ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഡോഡോ എന്ന് പറയുന്ന ഒരു കിളിയെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഇവയെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോയിലേക്ക് കടക്കാം. മൊറീഷ്യസ് ദ്വീപിൽ ജീവിച്ചിരുന്ന ഒരു ജീവിയായിരുന്നു ഡോഡോ. ഈ ദ്വീപ് ആഫ്രിക്കയുടെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഡോഡോയുടെ വംശനാശത്തിന് കാരണമായത് മനുഷ്യരാണ്. മനുഷ്യർ ഈ ദ്വീപിൽ കാലുകുത്തി കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾക്ക് ശേഷം തന്നെ ഡോഡോയെ വംശനാശത്തിലെത്തിച്ചിരുന്നു. പൊതുവെ തടിച്ച ശരീരമുള്ള ഇവയ്ക്ക് 3 അടി ഉയരമുണ്ടായിരുന്നു. ഇവർക്ക് പേടി എന്ന വികാരമില്ലായിരുന്നു. കാരണം ഇവയ്ക്ക് ആ ദ്വീപിൽ ഒരു ശത്രുക്കളുമില്ലായിരുന്നു. പറക്കാൻ കഴിവില്ലായിരുന്നു ഡോഡോകൾക്ക്. 1581 പോർച്ചുഗീസുകാരാണ് ആദ്യമായി മൊറീഷ്യസ് ദ്വീപിനെ കണ്ടെത്തുന്നത്. അവർക്ക് അവിടെ കോളനിവൽക്കരിക്കാനോ ഡോഡോകളെ വേട്ടയാടാനോ ഒരു തീരുമാനവുമില്ലായിരുന്നു. പകരം അവരുടെ വ്യാപാരികൾക്ക് ഒരു സ്റ്റേഷനായി ആ ദ്വീപ് ഉപയോഗിക്കാനായിരുന്നു ഇഷ്ടം. വർഷങ്ങൾക്ക് ശേഷം 1598 ഡച്ച് വ്യാപാരികളാണ് ഈ ഒരു ദ്വീപിനെ കോളനിവൽക്കരിക്കാനും ഡോഡോകളെ വേട്ടയാടാനും തീരുമാനിച്ചത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഡോഡോകൾക്ക് പേടിയെന്ന വികാരമില്ല. അതിനാൽ തന്നെ അവയെ എന്തു ചെയ്താലും അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കത്തില്ലായിരുന്നു. അപ്പോൾ അവർ ചിന്തിച്ചു, അവയെ തന്നെ ഭക്ഷിച്ച് ഈ ദ്വീപിൽ തുടരാമല്ലോ എന്ന്. കാരണം അവയ്ക്ക് പേടിയില്ല. അവയെ കൊന്നാലും അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയില്ല. പക്ഷേ ഡോഡോകളുടെ വംശനാശത്തിന് കാരണമായത് മനുഷ്യർ വേട്ടയാടിയതുകൊണ്ട് മാത്രമല്ല, അവർ കൊണ്ടുവന്ന മൃഗങ്ങൾ കൂടി കാരണമാണ്. പട്ടികളും പന്നികളും ഒക്കെ പോലുള്ള മൃഗങ്ങൾ അവയെ വേട്ടയാടാൻ തുടങ്ങി. അങ്ങനെ അവയുടെ എണ്ണം കുറഞ്ഞു വന്നു. ഡോഡോകളെ ആ ദ്വീപിൽ ലാസ്റ്റായി കണ്ടത് 1662 അങ്ങനെ ഡോഡോകൾക്ക് വംശനാശം സംഭവിച്ചു. എന്നാൽ ചില നിഗമനങ്ങൾ കുറച്ചു വർഷങ്ങൾ കൂടി ഡോഡോകൾ അവിടെ ജീവിച്ചിരുന്നു എന്നാണ്. ഈ ഡോഡോകൾ എന്ന് പറയുന്ന പക്ഷികൾ എങ്ങനെ ആ ഒറ്റപ്പെട്ട ദ്വീപിൽ വന്ന് അകപ്പെട്ടു എന്ന് ചോദിക്കുകയാണെങ്കിൽ, പണ്ടുള്ള പ്രാവുകളുടെ പൂർവികർ ആ ഐലൻഡിൽ വന്നിരുന്നു. അപ്പോൾ അവിടെ ഒത്തിരി കഴിക്കാനുള്ള ആഹാരവും ഒരു ശത്രുക്കളുമില്ലായ്മയും കാരണം അവർക്ക് അവിടെ ഒരു സ്വർഗം പോലെ തോന്നി. അങ്ങനെ അവർ അവിടെ താമസം തുടങ്ങി. അങ്ങനെ കാലത്തിനോടൊപ്പം പരിണമിച്ച അവരാണ് ഡോഡോകളായി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ എൻ്റെ ചാനലിനെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ ബെല്ലൈക്കൺ അമർത്തി കമൻറ്റും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.